육중에 어떻게 가요? ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ തനി രൂപം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മേക്കപ്പ് ഇല്ലാത്ത ഫേസ് ആണ്. ഓക്കെ, കുറേ ആൾക്കാർ മേക്കപ്പ് എങ്ങനെയാണ് ചേച്ചി ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അത്ര അറിയൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജങ്കുക്ക് മൂവി കാണാൻ പോവാണ് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. ഈ ഒരു ജങ്കുക്കിന്റെ മൂവി ഉണ്ടല്ലോ, ഞാൻ കുറേ ആൾക്കാർ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. കാരണം മൂവി റിലീസായിട്ട് 4 ദിവസമായി. എനിക്ക് ഇന്നാണ് പോവാൻ സമയം കിട്ടിയത്. അപ്പം ഞാൻ കണ്ടത് വെച്ചിട്ട് മൂവി ഭയങ്കര ടച്ചിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ക്യാൻ ഫീൽ ഇറ്റ് ഇൻ മൈ ഹാർട്ട്. സോ ഐ എം എക്സൈറ്റഡ്. ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് മൂവി കാണാൻ പോവാം. അതിനു മുമ്പ് ലെറ്റ്സ് ഡു ദ മേക്കപ്പ്. മേക്കപ്പിൽ നമ്മൾ ആദ്യം മേക്കപ്പിൽ ആക്ച്വലി ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ എസെൻസ് പിന്നെ മോയ്സ്ചറൈസർ എൻ്റെ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. സിറം ആൻഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ഗ്യാപ്പ്, സൺസ്ക്രീൻ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ്സ് മുമ്പൊക്കെ അപ്ലൈ ചെയ്യണമെന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ എന്താ പറയുക ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇത് നമ്മൾ നനച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോഴാണ് അത് നല്ലോണം ഫേസിൽ ഇങ്ങനെ പിടിക്കുക. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റിൽ ആകുന്നവരേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, എനിക്കൊരു മിറർ ആവശ്യമാണ് ഗൈസ്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പാട്ട് പാടിക്കൊണ്ടൊക്കെയാണ് മേക്കപ്പ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് പാട്ട് പാടുന്ന മേക്കപ്പ്, അതായത് ഞാൻ പാട്ട് പാടുന്നത് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു വിടാവുന്നതാണ് ഗൈസ്, അടിച്ചു വിടാവുന്നതാണ്. ഇനി നമുക്ക് എന്താണെന്ന് പറയുക അപ്ലൈ ചെയ്യേണ്ടത് ഐ ഷാഡോ. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ട് വാങ്ങിച്ചതാണ്. കണ്ട, ഇത് ഇവിടെ പൊട്ടിപ്പോയി. പിന്നെ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഏതിൻ്റെ എന്നറിയോ, സ്വിസ് ബ്യൂട്ടീൻ്റെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണ്. ഓക്കെ, നല്ല സാധനമാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടുന്ന് പുതിയത് വാങ്ങിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര പൈസയാണ് ഗൈസ്, ഭയങ്കര പൈസയാണ്. എന്താ നമ്മൾ പണ്ട് നമ്മളെ എന്താ പറയുക ആൻസിസ്റ്റേഴ്സ്, പൂർവികരൊക്കെ പറയാറില്ലേ, പൂർവികർ പോട്ടെ, നമ്മളെ വീട്ടുകാരെന്നെ പറയാറില്ലേ, വരവറിയാതെ ചെലവഴിക്കരുതെന്ന്. അതാണ്. അപ്പം എനിക്കിപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം ഞാൻ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ കളർ കൊടുക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ കളർ കൊടുക്കാമെന്ന് വെച്ചു. കുറച്ചൊരു പിങ്ക് കളർ കൊടുക്കുന്നു, കുറച്ച്, നോട്ട് ടു മച്ച്, കുറച്ച്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ചൊരു കളർ ഇത്രയും കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഐലൈനർ. ഓക്കെ, ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ഐലൈനറാണ്. പിന്നെ എൻ്റെ കയ്യിൽ ലാക്മി ഉണ്ട്, അത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഇതിടാം. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടെ. കൊള്ളാല്ലേ? ചെറുതായിട്ട് ഇവിടെ ഒരു വാല് കൊടുക്കാം. ഈ വാല് കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മളുടെ കണ്ണ് കുറച്ചുകൂടെ വലുതായി തോന്നും. എൻ്റെ കണ്ണ് ആക്ച്വലി കുറച്ച് ചെറുതാണ്. ഓക്കെ, ഐ മീൻ കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കണ്ണൊക്കെ കുറച്ച് വലുതല്ലേ മോസ്റ്റ്ലി ഉണ്ടാവാറ്. എൻ്റെ കുറച്ചൊന്ന് ചെറുതാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ സംഭവം ഞാനൊരു കാര്യം മറന്നുപോയി. ഈ സാധനം ഉണ്ടല്ലോ, എൻ്റെ കണ്ണ് കുറച്ചൊരു ഉള്ളിലോട്ടുള്ള കണ്ണാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇതുപോലൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കണ്ടോ ഈ ഡാർക്ക് ഷെയ്ഡ് കുറച്ച് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ, നിങ്ങൾക്ക് കാണുമോ, ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ഷെയ്ഡ് കൊടുക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കണ്ട ഡിഫറൻസ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓ കണ്ണ് 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 ഇവിടെ നമുക്ക് കുറച്ചൊരു ഷെയ്ഡ് കൊടുത്താൽ
കുറച്ചുകൂടെ വലുതായി തോന്നും. കണ്ടോ, ഈ ഡിഫറൻസ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ കണ്ണിൻ്റെ വലിപ്പം, ഈ കണ്ണിൻ്റെ വലിപ്പം. ട്രിക്ക് ഗൈസ്, ട്രിക്ക്. അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് കൊടുക്കാം. വേണ്ട, ഇതും വലുതായി. അപ്പോൾ അതാണ് കണ്ണിൻ്റെ സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് കണ്ട ഇവിടെ, ഇത് കുറച്ചെടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഇവിടെയും ഇവിടെയും കൊടുക്കും. ഓക്കെ, ഇവിടെ ഇവിടെ. മസ്കാര ഇത് ഭയങ്കര പഴയ മസ്കാരയാണ്. കൊളോസലിൻ്റെ, മേബെലിൻ കൊളോസലിൻ്റെ പഴയ മസ്കാരയൊക്കെ യൂസ് ചെയ്തതെന്നാണ് പറയുക. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ലിപ്സ്റ്റിക്. നമ്മളെ നാട്ടിലെ ആൾക്കാർ ലിപ്സ്റ്റിക് ഇടുന്നത് ഭയങ്കര കുറവല്ലേ. ലിപ്സ്റ്റിക് ഇടുന്നതൊക്കെ ഭയങ്കര എന്തോ സംഭവമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടാൽ ഭയങ്കര ഡിഫറൻസ് ഫേസിൽ വരും. നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഫേസാണോ ലിപ്സ്റ്റിക് ഇടുമ്പോഴുള്ള ഫേസ്? അല്ല. നമുക്കുള്ള ഫീച്ചേഴ്സ് കുറച്ച് നന്നാക്കുക എന്നുള്ളതാണ് മേക്കപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കയ്യിൽ കുറച്ച് ആയിട്ടില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യാം, ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ ഒന്നുകൂടെ ചെയ്യുന്ന കാര്യം, ഈ ഐ ഷാഡോയിലെ ഈ ഷിമ്മറി സംഭവമില്ലേ, അതെടുത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മൂക്ക് കുറച്ച് പരന്ന കാരണം അതൊന്നൊരു സ്ട്രെയിറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലുക്ക് വരും. ഇങ്ങനെയൊന്നും പറയാൻ വയ്യ, പക്ഷെ ഒരു ലുക്ക് വരും. അപ്പോൾ അതോടുകൂടി നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ട്? ഡു ഐ ലുക്ക് ഗുഡ്? കുഴപ്പമില്ല അല്ലേ? യാ. സോ ഇനി നമ്മൾ മൂവി കാണാൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ജങ്കുക്കിനെ കാണാൻ വന്നിട്ട് വേറെ ആരെയും ഞാൻ കണ്ടെന്നറിയോ? ലുക്ക് അറ്റ് ദിസ് ഹാൻസം. ഓക്കെ, നമ്മൾ തിയേറ്ററിലെത്തി ഗൈസ്. നമുക്ക് ഉള്ളിൽ പോവാം. തിയേറ്റർ എന്ന് പറയുന്നത് 6th ഫ്ലോറിലാണ്. കണ്ടോ, ഇവിടെ ഇവിടെ ഫുള്ള് പോകുന്നതാണ്. 17 ഫാൻസ് ഗ്യാദർ, ഫുള്ള് പോകുന്നതാണ്. സോ ക്യൂട്ട്. എനിക്ക് തോന്നുന്നത് ഈ ബ്രാൻഡിന്റെ അംബാസിഡർ വോനാണെന്ന് തോന്നുന്നു. വെയിറ്റ്, ആക്ച്വലി ഉണ്ടല്ലോ 6th ഫ്ലോറിലാണ് തിയേറ്റർ, ബട്ട് 5th ഫ്ലോർ വരെ ലിഫ്റ്റ് ഉള്ളൂ. ഇനി ഞാൻ എങ്ങനെ മേലെ പോകും? ചിഞ്ചാ, എസ്കലേറ്റർ ആണെങ്കിൽ മേലെ പോകുന്നില്ല. 안녕하세요. 그 6층에 어떻게 가요? 몰라요? 괜찮아요. 감사합니다. 없어요? ഇവര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട് ഗൈസ് പ്രോസസ്. 4th ഫ്ലോർ വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഒരു അമ്മൂമ്മ ഹെൽപ്പ് ചെയ്ത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഗൈസ്, സിനിമ തുടങ്ങാൻ 1 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞാൻ ഇവിടെ എത്തി. Let's go inside. 6th. Still add Canadian coffee house. ഗൈസ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞാനും എൻ്റെ ഫ്രണ്ടും സ്വീറ്റ് ബോക്സ് എന്നുള്ളൊരു സീറ്റാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ വിചാരിച്ചു അത് ബുക്ക് ചെയ്താൽ നമുക്ക് സ്വീറ്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് കപ്പിൾസിനുള്ള സീറ്റായിരുന്നു എന്ന്. ഗൈസ്, ഇങ്ങനൊരു പൊട്ടത്തരം ആരെങ്കിലും പറ്റുമോ? ഞങ്ങൾക്ക് പറ്റും.
and the P and the P and the piano been bad and the put the covers. 너랑 재밌게 진짜 재밌게 다녔다 그죠? Everybody needs somebody. You've been that somebody, so stay with me. സിനിമ കഴിഞ്ഞു ഗൈസ്. കംദും ലൈറ്റ് ഫുള്ള് ലൈറ്റ്. സിനിമ ആസ് എക്സ്പെക്റ്റഡ് അടിപൊളിയായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു പ്രിയ? Awesome. Jungkook baby rock. Jungkook baby rocked. It was so cute, nice, as expected. Jungkook is always awesome. Standing next to you. Standing in the fire next to you. Deeper than the pain, deeper to your name. Standing next to you. Standing in the fire next to you. Na 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 na. What Karim? Guys, Gangnam. Guys, Jongin. ഈ സാധനം ഇവിടെ തന്നെ. Okay, I'll keep like this and I'll show you. Really good. ഈ filter അല്ലേ? ഇല്ല. ഗൈസ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഐ എം ഗോയിങ് ഹോം. ഓക്കെ, ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന്. ഇത് വാട്ട് ഈസ് ദിസ് സബ്വേ നെയിം? ചോങ്ഡാം സബ്വേ സ്റ്റേഷൻ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഇസ് സബ്വേ സ്റ്റേഷൻ ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, 1 minute, ഐ ഷോ യു സംതിങ്. ലുക്ക് അറ്റ് ദിസ്. സോ യാ, ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഞാൻ അധികം കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലെന്ന്, ബട്ട് സ്റ്റിൽ ജങ്കൂക്കിനെയൊക്കെ കണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye bye. Thank you for watching.